ഏപ്രിൽ 9 ഈജിപ്തിലെ വിശുദ്ധ മറിയം. AD 344 മുതൽ 421 വരെ ജീവിതകാലം. AD 344 ഈജിപ്തിൽ ജനിച്ചു. 12 വയസ്സ് മുതൽ 17 വർഷം പാപത്തിലും അനന്തരം ഈജിപ്തിലെ മരുഭൂമിയിൽ 47 വർഷം പ്രായശ്ചിത്തത്തിലും ജീവിച്ച വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം അവിശ്വസനീയമാം വിധം അത്ഭുതകരമായി തോന്നും. പാലസ്തീനയിലെ മരുഭൂമിയിൽ പരിശുദ്ധനായ ഒരു സന്യാസിയുണ്ടായിരുന്നു, സോസിമൂസ്. അദ്ദേഹം ഒരു പുണ്യവാനെ കണ്ട് ഉപദേശം ചോദിക്കാനായി ഈജിപ്ഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അകലെ ഒരു രൂപം കണ്ടു. സോസിമൂസ് നടന്ന് അടുത്തെത്തിയപ്പോൾ ആ രൂപം പാഞ്ഞ് അകന്നുകൊണ്ടേയിരുന്നു. സ്വരം കേൾക്കത്തക്ക ദൂരമായപ്പോൾ സോസിമൂസ് ആ പ്രാകൃത രൂപത്തോട് നിൽക്കാൻ പറഞ്ഞു. ഉടനെ ഒരു മറുപടി കേട്ടു. "ആബട്ട് സോസിമൂസ്, ഞാൻ ഒരു സ്ത്രീയാണ്. എനിക്ക് ധരിക്കാൻ അങ്ങയുടെ മേലങ്കി എറിഞ്ഞു തരിക, എന്നിട്ട് അങ്ങേക്ക് അടുത്ത് വരാം." അങ്ങനെ അവൾ അടുത്തെത്തിയപ്പോൾ നൽകിയ ആത്മകഥ ഇങ്ങനെ സംക്ഷേപിക്കാം. എൻ്റെ സ്വദേശം ഈജിപ്താണ്. 12-ാമത്തെ വയസ്സിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാരുടെ അനുവാദം കൂടാതെ ഞാൻ അലക്സാണ്ട്രിയയിലേക്ക് പോയി. 17 കൊല്ലം ഒരു വേശ്യയായി ജീവിച്ചു. 29-ാമത്തെ വയസ്സിൽ ഞാൻ ജെറുസലേമിലേക്ക് പോയിരുന്ന തീർത്ഥാടകരോടുകൂടെ കപ്പൽ കയറി. തീർത്ഥകരെയെല്ലാം ഞാൻ പാപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുരിശ് വച്ചിരുന്ന ദേവാലയത്തിലേക്ക് ജനക്കൂട്ടത്തിലൂടെ കടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഒരു അദൃശ്യ ശക്തി എന്നെ തടഞ്ഞു. 3-4 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഒരു മൂലയിലിരുന്ന് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ ഭയങ്കര പാപങ്ങളാണ് ഈ അനുഭവത്തിന് കാരണമാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കി നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ട് ദൈവാലയത്തിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ ഒരു തടസ്സവും കൂടാതെ എനിക്ക് അകത്ത് കിടക്കാൻ കഴിഞ്ഞു. ദൈവമാതാവിനോട് നന്ദി പറഞ്ഞ് ഞാൻ ജോർദാൻ മരുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആബട്ട് സോസിമൂസിൻ്റെ കരങ്ങളിൽ നിന്ന് മറിയം ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അടുത്ത നോമ്പ് കാലത്ത് തന്നെ വന്നു കാണണമെന്ന് സോസിമൂസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പിരിഞ്ഞു. പിറ്റേ വർഷം സോസിമൂസ് ആ സ്ഥലത്ത് മടങ്ങിച്ചെന്നപ്പോൾ അവളുടെ ശരീരം മാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു, മറിയം എന്നൊരു ഉല്ലേഖനവും. ഒരു സിംഹത്തിൻ്റെ സഹായത്തോടെ സോസിമൂസ് ശവസംസ്കാരം നടത്തി. വിശുദ്ധ ജോൺ കൊളംബിനി പുണ്യമാർഗത്തിലേക്ക് തിരിഞ്ഞത് മറിയത്തിൻ്റെ മാനസാന്തര കഥ വായിച്ചാണ്. പാപത്തെക്കുറിച്ച് മറിയത്തെപ്പോലെ പ്രായശ്ചിത്തം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. വചനം എസെക്കിയേൽ 36:25. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. വിചിന്തനം: നിങ്ങൾ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അനുദപിച്ച് പാപമാർഗത്തിൽ നിന്ന് അകലുവാൻ നിശ്ചയിക്കുക. പാപം ഗുരുതരമാണെങ്കിൽ കഴിയും വേഗം കുമ്പസാരിക്കുക. വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ വാക്കുകൾ.